പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സർക്കാർ ഇമ്മീഡിയറ്റായി ചെയ്യേണ്ട ഒട്ടേറെ പ്രവൃത്തികൾ ഉണ്ട്. അതിൽ ഒന്നാണ് സംസ്ഥാനത്ത് സ്കൂളുകൾ തുറക്കാൻ തയ്യാറെടുക്കുന്നു എന്നതാണ്. പുതുവർഷത്തിൽ കുട്ടികൾ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായ പാഠപുസ്തക വിതരണം നടക്കുമോ എന്നത് സംബന്ധിച്ച് ഇപ്പോഴൊരു സംശയമാണ് ഉള്ളത്. കാരണം ഇപ്പോൾ ഇതിൻ്റെ അച്ചടി വൈകുന്നു എന്നുള്ളതാണ് കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് സൊസൈറ്റിയിൽ നിന്ന് അറിയുന്നത്. പേപ്പർ ഇല്ലാത്തത് കൊണ്ടാണ് അച്ചടി മുന്നോട്ട് പോകാത്തത് അല്ലെങ്കിൽ കാലതാമസം ഉണ്ടാകുന്നത് എന്നതാണ്. സമയോചിതമായി തന്നെ പുസ്തകം വിതരണം ചെയ്യാനാകുമെന്ന് KBPSൻ്റെ MD സുനിൽ ചാക്കോ ന്യൂസ് 18നോട് പറയുന്നുമുണ്ട്. ഇത്തരം പ്രതിസന്ധികൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നും അപ്പോഴെല്ലാം പുസ്തകങ്ങൾ സമയത്തിന് തന്നെ എത്തിക്കാൻ സാധിച്ചു എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള പാഠപുസ്തക വിതരണം ഇത്തവണ വൈകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്കൂൾ തുറക്കാൻ 3 ആഴ്ച മാത്രം ബാക്കിയിരിക്കെ 70% പുസ്തകങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതിൽ പലതിന്റെയും പുറംചട്ട അച്ചടിച്ചിട്ടില്ലെന്നാണ് വിവരം. KBPSൽ പുറംചട്ടയില്ലാത്ത പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുകയാണെന്ന് KBPS സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി ന്യൂസ് 18നോട് പറഞ്ഞു. KBPSലെ പാഠപുസ്തകങ്ങളുടെ അച്ചടി 70% മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ. അതും ബൈൻഡിംഗ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ KBPSലെ പുസ്തകങ്ങൾ അച്ചടിച്ച് അങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. ബൈൻഡിംഗ് പേപ്പർ കൃത്യമായിട്ട് ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. പേപ്പറും പാഠപുസ്തകം അടിക്കാനുള്ള പേപ്പറും കൊടുക്കുന്നത് ഗവൺമെന്റാണ്. പക്ഷേ ഈ 2 കാര്യം കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞതാണ് പാഠപുസ്തകങ്ങൾ നമ്മുടെ സ്കൂൾ അടക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ. പക്ഷേ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം മാത്രമേ അടിച്ചിട്ടുള്ളൂ പൂർണ്ണമായിട്ട്. ബാക്കി ഒന്നും അടിച്ചിട്ടില്ല. പുസ്തകങ്ങളുടെ വിതരണം പൂർത്തിയാക്കാൻ ഓണം അവധി കഴിഞ്ഞേക്കും. KBPSന് സർക്കാർ നൽകാനുള്ളത് 300 കോടി രൂപയാണ്. ഈ ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലാകുമെന്ന് ഇബ്രാഹിംകുട്ടി പ്രതികരിച്ചു. ഈ വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. 300 കോടി രൂപ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 60 കോടി രൂപ ആയിരുന്നു കുടിശ്ശിക. പക്ഷെ ഇവർ വന്നതിന് ശേഷം 300 കോടി രൂപ ആയി വർദ്ധിച്ചു. ആ ബാധ്യത മുഴുവൻ ഈ വരാൻ പോകുന്ന ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടി വരും. മാത്രമല്ല പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് ഇനി ഇപ്പോൾ ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ പൂർണ്ണമായിട്ടും പാഠപുസ്തകം കൊടുക്കാൻ കഴിയും എന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഒരു 2 മാസമെങ്കിലും ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി വരും. അപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാലും കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും പാഠപുസ്തകം കൊടുക്കാത്തൊരു സാഹചര്യമാണ്. അതേസമയം പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യാനാകുമെന്ന് KBPS MD സുനിൽ ചാക്കോ ന്യൂസ് 18നോട് പറഞ്ഞു. അറൌണ്ട് 80% ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മേജർ ടൈറ്റിൽസ് മുഴുവൻ പ്രിന്റ് ചെയ്ത് കഴിയും. അതായത് ഈ മൈനർ ഇതെന്ന് പറയുന്ന ബാക്കിയുള്ള 20% ആക്ടിവിറ്റി ബുക്കുകളാണ്. അത് ഓഗസ്റ്റിനൊക്കെ ശേഷമാണ് സ്കൂളുകളിൽ ഉപയോഗിച്ച് തുടങ്ങുക. അപ്പോൾ സ്കൂളുകളിൽ ആവശ്യമുള്ള പുസ്തകങ്ങൾ ഈ 80% മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് മെയ് എൻഡിന് മുമ്പായിട്ട് തന്നെ ഫുൾ ബുക്സും ടോട്ടൽ 100% പ്രിന്റ് ചെയ്ത് കഴിയും. പുസ്തകങ്ങളുടെ അച്ചടി 75%-ലധികമായിട്ടുണ്ട്. മുൻപും ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം സമയത്തിന് പുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ മാത്രം ഇത്തരത്തിലൊരു ആശങ്ക എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. നിർത്തിവച്ചിരുന്ന ബൈൻഡിംഗ് ഉടൻ തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ എല്ലാ സമയത്തും എല്ലാ വർഷവും ഇതുപോലെ ചെറിയ ചെറിയ തടസ്സങ്ങളും അത് ഇതൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകുന്നത്. ഇപ്പം ബൈൻഡിങ് 1-2 ദിവസമായിട്ട് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അത് മോസ്റ്റ്ലി നാളെ തന്നെ തുടങ്ങും. കാരണം ഓൾറെഡി സപ്ലൈസ് പൈപ്പ് ലൈനിലുണ്ട്. കഴിഞ്ഞാണ് അതിനെക്കാട്ടി കൂടുതൽ സിവിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ സമയത്തിന് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ അവർ പരാതി ഇല്ലാതെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും കൊടുക്കും. ഇത്തവണ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവർക്കൊരു ആശങ്ക ഉണ്ടാവാനായിട്ട് കാരണം വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇത്തവണ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാട്ടി കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾ നേരത്തെ അച്ചടിക്കുന്നതിനെതിരെയും ചില ഉള്ളടക്കങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സ്കൂളുകൾ തുറക്കും മുൻപ് അടുത്ത അധ്യയന വർഷത്തെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാനൊരുങ്ങുന്ന വിദ്യാഭ്യാസ വകുപ്പിനെതിരെ നേരത്തെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു. PK അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന UDF കാലത്ത് സ്കൂൾ തുറന്ന് പകുതി വർഷം കഴിഞ്ഞിട്ടും പുസ്തകം നൽകാതിരുന്ന കാലം മറന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയുടെ വിമർശനമെന്ന ആരോപണവും ശക്തമാണ്. അതേസമയം രമേശ് ചെന്നിത്തലയുടേത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് നേരെയുള്ള പോർവിളിയാണെന്നാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രനാണ് ചേരുന്നത്. ഞാൻ തീർച്ചയായും അടുത്ത സർക്കാർ ചുമതലയേൽക്കുമ്പോൾ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട ഒന്നാണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങളൊക്കെ കൃത്യമായി എത്തിക്കുക എന്നത്. ഒരു പക്ഷേ അതല്ല എങ്കിൽ വലിയ പ്രതിഷേധം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഉയരുകയും ചെയ്യും. ഇപ്പോൾ
എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിലവിലെ സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ കൃത്യമായി പാഠപുസ്തകങ്ങൾ എത്തിക്കുന്നതിൽ ആശങ്ക ഉണ്ട് എന്നാണോ? അത്തരമൊരു ആശങ്കയാണ് അഭിലാഷ് നമ്മളോട് ഈ KBPSന്റെ യൂണിയൻ സെക്രട്ടറി യൂണിയൻ പ്രസിഡന്റ് നമ്മളോട് വ്യക്തമാക്കിയത്. അങ്ങനെയാണ് ഇബ്രാഹിം കുട്ടി അദ്ദേഹം പറയുന്നതനുസരിച്ച് 70% പുസ്തകങ്ങളാണ് ഇപ്പോൾ അച്ചടിച്ചിട്ടുള്ളത്. അതിൽ പലതിലും ബൈൻഡിങ് നടപടികൾ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ പുസ്തകം സ്കൂളുകളിലെത്താൻ വൈകും. 3 ആഴ്ചയാണ് ഇനി സ്കൂൾ തുറക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ സ്കൂളിലെത്താൻ വൈകും. അത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ തന്നെ KBPSന് 300 കോടി രൂപ നൽകാനുണ്ട്. നേരത്തെ KBPS തന്നെ നേതൃത്വം നൽകി പേപ്പറുകളൊക്കെ വാങ്ങി അതിൻ്റെ ചെലവിൽ തന്നെ വാങ്ങി അച്ചടിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ആ സമയത്താണ് സർക്കാർ ഈ 300 കോടി രൂപയുടെ ബാക്കി, അതായത് അത്രയും ഡ്യൂ വരുത്തിയത്. അതിനുശേഷം സർക്കാർ തന്നെ പേപ്പറുകൾ വാങ്ങിച്ചെത്തിച്ചു കൊടുക്കുന്ന നടപടികളായിരുന്നു തുടർന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സർക്കാർ, അതായത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് KBPS തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ ബൈൻഡിങ്ങിനുള്ള പേപ്പറുകൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അച്ചടിച്ച പുസ്തകങ്ങളുടെ എല്ലാം പുറംചട്ട പൂർത്തിയാക്കാതെ, അതിൻ്റെ പണികൾ പൂർത്തിയാക്കാതെ പുസ്തകങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്നതും KBPS സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം കൂടി അത് ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ജോലിക്കാർക്കൊക്കെ എന്നുള്ള തരത്തിലാണ് യൂണിയൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ KBPSന്റെ MD ശ്രീ സുനിൽ ചാക്കോ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നേരത്തെയും ഇത്തരം പ്രതിസന്ധികൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ LDF സർക്കാർ ഭരണത്തിലെത്തിയ ശേഷം കൃത്യമായ സമയത്ത് പുസ്തകങ്ങൾ എത്തിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്ക് പറയാം അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെയധികം ശ്രദ്ധ വിദ്യാഭ്യാസ വകുപ്പ് ചെലുത്തിയിരുന്നു. സമയബന്ധിതമായി തന്നെ പുസ്തകത്തിൻ്റെ അച്ചടി പൂർത്തിയാക്കി കുഞ്ഞുങ്ങളിലേക്ക് പഠന പുസ്തകങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന ഒരു ഇത് പൂർത്തിയാക്കിയിരുന്നതാണ്. നമുക്കറിയാം PK അബ്ദുറബ് മിനിസ്റ്ററായിരുന്ന സമയത്ത് 6 മാസത്തിലധികം പുസ്തകങ്ങൾ എത്താത്ത സാഹചര്യം, പുസ്തകങ്ങൾ ലഭിക്കാനില്ലാത്ത സാഹചര്യം, അച്ചടി പൂർത്തിയാകാതിരുന്ന സാഹചര്യവും ഘട്ടം ഘട്ടമായി അച്ചടിച്ച് കുറച്ച് പുസ്തകങ്ങൾ വിതരണം ചെയ്ത സാഹചര്യമൊക്കെ UDF സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. ആ സമയത്ത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, അതായത് ആദ്യം തന്നെ പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പുസ്തകങ്ങൾ നേരത്തെ എത്തിക്കാനുള്ള നീക്കമാണ് എന്ന് നേരത്തെ മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ ഈ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഇത് തുഗ്ലക്ക് പരിഷ്കാരമാണ്, 9ാം ക്ലാസ്സിലേക്കുള്ള കുട്ടി 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചോ എന്നറിയാതെ പുസ്തകങ്ങൾ അച്ചടിച്ചു കൂട്ടുന്നത് മണ്ടത്തരമാണ്, അത്തരം പരിഷ്കാരങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തുകയും അതിന് ശിവൻകുട്ടി മറുപടി പറയുകയും ചെയ്തു. പ്രത്യേകിച്ചും UDFന്റെ കാലത്ത് ഇത്തരത്തിൽ വലിയ ലാഗ് പുസ്തകങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത് മറച്ചു വെച്ചിട്ടാണോ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് തുടങ്ങിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളൊക്കെ ഈ വിഷയത്തിൽ വന്നു കഴിഞ്ഞതാണ്. പക്ഷേ ഇതിൻ്റെ MDയുടെ ഒരു അഭിപ്രായം അനുസരിച്ചിട്ട് നേരത്തെ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരം സ്കാർസിറ്റി, ഇത്തരം ക്രൈസിസുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പരിഹരിച്ചും എപ്പോഴും കുട്ടികളിലേക്ക് പുസ്തകം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈൻഡിങ്ങിൻ്റെ പണികൾ ഇന്നോ നാളെ ആയിട്ട് ബൈൻഡിങ്ങിൻ്റെ പണികൾ തുടങ്ങും. അത് ബൈൻഡിങ്ങിൻ്റെ പണികൾ പെൻഡിങ് ആയി എന്നുള്ളത് ശരിയാണ്. അത്തരം ഒരു ഈ ദൗർലഭ്യം, പേപ്പറിൻ്റെ ദൗർലഭ്യം നേരിട്ടു എന്നുള്ളതും ശരിയാണ്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് സർക്കാരിൽ. പക്ഷേ ബൈൻഡിങ്ങിൻ്റെ പണികൾ നാളെയോ മറ്റന്നാളുമായിട്ട് ചെയ്യും. ഈ അവസാനത്തോടുകൂടി പുസ്തകത്തിൻ്റെ പണികൾ പൂർത്തിയാവുകയും 80% പുസ്തകം, 70%-ലധികം 75% ഇപ്പോൾ അച്ചടിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പുറംചട്ടയുടെ പണി പൂർത്തിയാക്കാനുണ്ട്. അത് ഇന്നും നാളെയുമായിട്ട് തുടങ്ങും. എന്തായാലും 80% പുസ്തകമാണ് ആദ്യഘട്ടത്തിൽ, അതായത് അധ്യയന വർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ വേണ്ടത്. ബാക്കിയൊക്കെ ആക്ടിവിറ്റി ബുക്കിലാണ്. അത് ഇത്തിരി ലാഗ് ചെയ്താലും 80% പുസ്തകങ്ങളും, അതായത് പഠനത്തിന് ആദ്യഘട്ടത്തിൽ ആവശ്യമുള്ള പുസ്തകങ്ങൾ എത്തിക്കുമെന്ന് തന്നെയാണ് KBPS MD സുനിൽ ചാക്കോ നമ്മളോട് പ്രതികരിക്കുന്നത്. പക്ഷേ ഇത് രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്ന ഒരു നീക്കത്തിലേക്കാണോ UDF നീങ്ങുന്നത് എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും ഭരണം മാറുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധി ഉണ്ടായാൽ അത് തിരിച്ച് LDFന്റെ ഭരണ പിഴവ് കൊണ്ടുണ്ടായതാണ് എന്നുള്ള ഒരു തരത്തിലേക്കുള്ള ചർച്ചകൾക്കുള്ള വഴികൾ കൂടി ഇതിനകത്ത് കാണേണ്ടതുണ്ട്. അത്തരം ചർച്ചകൾ ഉരുത്തിരിഞ്ഞ് വന്നേക്കാമെന്നുള്ളതാണ് ഈ LDFന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. അങ്ങനെയാണ്. പക്ഷേ പ്രത്യേകിച്ചും UDF ഈ ഒരു വിദ്യാഭ്യാസ മേഖല UDF ഭരണത്തിലെത്തുമ്പോൾ ക്രൈസിസിലേക്കാകുമോ എന്നുള്ളൊരു ആശങ്കയും UDF പങ്കുവെക്കുന്നുണ്ട്. അഭിലാഷ്.
എന്തായാലും പാഠപുസ്തകങ്ങൾ സമയത്ത് എത്തുന്നില്ല എങ്കിൽ ഒരുപക്ഷെ വലിയ പ്രതിഷേധത്തിന് വീണ്ടും വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥി സംഘടനകളുടെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയത് ഉൾപ്പെടെ വരാൻ പോകുന്ന സർക്കാരിന് നേരിടേണ്ടതായി വരും. അത് ഇപ്പോൾ നിലവിലൊരു സർക്കാർ സംവിധാനം, കാബൽ മന്ത്രിസഭയാണ് ഉള്ളത് എന്നത് നമുക്കറിയാം. എങ്കിൽ പോലും അടുത്ത സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നായി അത് മാറും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.